ഹലോ എവരി വൺ, വെൽക്കം ടു ജെസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഛായാവാദി യുഗക്ക് കവി और उनकी രചനായും. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ജയശങ്കർ പ്രസാദിനെ കുറിച്ച് പറയാം. महाकवि जयशंकर प्रसाद को छायावाद को प्रवर्तक माना जाता है. जयशंकर प्रसाद को छायावाद को प्रवर्तक माना जाता है. प्रसाद जी का प्रथम नाटक सज्जन का कथानक महाभारत से लिया गया है. പ്രസാദ് ജിയുടെ പ്രഥമ നാടകമായിട്ടുള്ള ഫസ്റ്റിലെ നാടകമായിട്ടുള്ള സജ്ജൻ കാ കഥാനക്ക്, സജ്ജനിലെ ആ കഥാവസ്തു മഹാഭാരത് സെ ലിയാ ഗയാ ഹെ, മഹാഭാരതത്തിൽ നിന്നും എടുത്തതാവുന്നു. പ്രസാദ് ജി കാ അന്തിം നാടക് ധ്രുവസ്വാമിനി ഹെ. പ്രസാദ് ജി കാ അന്തിം നാടക് ധ്രുവസ്വാമിനി ഹെ. ഉൻകി പ്രഥം കവിത സംഗ്രഹ് കാനൻ കുസും ഹെ. उनकी प्रथम कविता संग्रह कानन कुसुम है. प्रसाद जी के कवि जीवन का आरंभ कलाधार उपनाम से हुआ. प्रसाद जी के कवि जीवन का आरंभ कलाधार उपनाम से हुआ. जयशंकर प्रसाद की प्रमुख रचनाएं नाटक. जयशंकर प्रसाद ജിയുടെ പ്രമുഖ രചനകൾ ഫസ്റ്റ് നാടക്, ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, അജാതശത്രു, സജ്ജൻ, ധ്രുവസ്വാമിനി. ഇതിൽ സജ്ജൻ പ്രഥം നാടകം, ധ്രുവസ്വാമിനി അന്തിം നാടകം ആണ് കേട്ടോ. പിന്നെ കഹാനി ആകാശദീപ്, ആന്ധി, ഛായ, ഇന്ദ്രജാൽ. കാവ്യ ആംസു, ചിത്രാധാർ, ലഹർ, ചർണ, കാമായനി. പ്രസാദ് ജി കാ അന്തിം പ്രമുഖ കൃതി കാമായനി. പ്രസാദ് ജിയുടെ അന്തിം പ്രമുഖ കൃതി കാമായനി. ഉപന്യാസ് തിത്തലി, ഇരാവതി, കങ്കാൾ. ഉപന്യാസ് തിത്തലി, ഇരാവതി, കങ്കാൾ. നിബന്ധ് കാവ്യ ഔർ കല. നിബന്ധ് കാവ്യ ഔർ കല. അപ്പോൾ നമ്മൾ ആരെയാണ് പഠിച്ചത്? ജയശങ്കർ പ്രസാദ് ജിയാണ് പഠിച്ചത് അല്ലേ. മഹാകവി ജയശങ്കർ പ്രസാദ് ജിയാണ് പഠിച്ചത്. എന്താണ്? जयशंकर प्रसाद को छायावाद के प्रवर्तक माना जाता है. प्रसाद जी का प्रथम नाटक सज्जन का कथानक महाभारत से लिया गया है. प्रसाद जी का अंतिम नाटक ध्रुवस्वामिनी है. उनकी प्रथम कविता संग्रह कानन कुसुम है. प्रसाद जी के कवि जीवन का आरंभ कलाधार उपनाम से हुआ. जयशंकर प्रसाद की प्रमुख रचनाएं नाटक, चंद्रगुप्त, स्कंदगुप्त, अजातशत्रु, सज्जन, ധ്രുവസ്വാമിനി, കഹാനി, ആകാശദീപ്. കാവ്യ ആംസു, ചിത്രാധാർ, ലഹർ, ചർണ, കാമായനി. ഉപന്യാസ് തിത്തലി, ഇരാവതി, കങ്കാൾ. നിബന്ധ് കാവ്യ ഔർ കല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. सूर्यकांत त्रिपाठी निराला ने मुक्तक छंदों में रचना आरंभ की. सूर्यकांत त्रिपाठी निराला ने मुक्तक छंदों में रचना ആരംഭിക്കി. സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ പ്രമുഖ രചനകൾ കാവ്യ, പരമിൾ, ഗീതിക, അനാമിക, കുക്കുർമുത്ത, തുളസീദാസ്. പരമിൾ, അനാമിക, ഗീതിക, കുക്കുർമുത്ത, തുളസീദാസ്. നെക്സ്റ്റ് ഉപന്യാസ് അപ്സര, പ്രഭാവതി, അൽക്ക, നിരുപമ, കാലേകാർ നാം. निबंध संग्रह प्रबंध परिचयी, बंग भाषा का उच्चारण, संघर्ष. कहानियाँ लिलि, सुखी. अब നമ്മൾ പഠിച്ചത് सूर्यकांत त्रिपाठी निराला ने मुक्तक छंदों में रचना आरंभिकी. प्रमुख रचनाएं काव्य, परमिल, गीतिका, अनामिका, कुकुरमुत्त, तुलसीदास. उपन्यास अप्सरा, प्रभावती, अलका, निरुपमा, काले का नाम है. निबंध संग्रह प्रबंध परिचय, बंग भाषा का उच्चारण, संघर्ष. कहानियाँ लिलि, सुखी. നെക്സ്റ്റ് സുമിത്രാനന്ദൻ പന്ത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സുമിത്രാനന്ദൻ पंत को प्रकृति के सुकुमार कवि के नाम से जाना जाता है. सुमित्रानंदन पंत को प्रकृति के सुकुमार कवि के नाम से जाना जाता है. इन्होंने रूपाभा नामक पत्रिका का प्रकाशन किया था. 1968
चिदम्बरा के लिए ज्ञानपीठ पुरस्कार सम्मानित किया गया था. 1968 चिदम्बरा के लिए ज्ञानपीठ पुरस्कार सम्मानित किया गया था. 1942 ലോകായൻ സംസ്കൃതി പീഠ് की स्थापना. 1942 ലോകായൻ സംസ്കൃതി പീഠ് की स्थापना. സുമിത്രാനന്ദ പന്ത് की പ്രമുഖ രചനയെ കാവ്യ ചിദംബരക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. പിന്നെ രശ്മിബന്ധൻ, പല്ലവിനി, വീണ, വാണി, പല്ലവ്, ഗുഞ്ചൻ, യുഗ്വാണി, ഗ്രാമ്യ. മഹാകാവ്യ ലോകായതൻ മഹാകാവ്യ. നാടക് ജ്യോത്സന. ആലോചനാ ഗ്രന്ഥ് ഗദ്യപദ്, ശില്പ് ഔർ ദർശൻ, ഛായാവാദ് കാ പുനർമൂല്യാങ്കൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ സുമിത്രാനന്ദ പന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമിത്രാനന്ദ പന്ത് को प्रकृति के सुकुमार कवि के नाम से जाना जाता है. इन्होंने रूपभा नामक पत्रिका का प्रकाशन किया था. 1968 चिदम्बरा के लिए ज्ञानपीठ पुरस्कार सम्मानित किया गया था. 1942 ലോകായൻ സംസ്കൃത് പീഠ് की स्थापना. കാവ്യ പ്രമുഖ രചനകൾ കാവ്യ ചിദംബര, രശ്മിബന്ധൻ, പല്ലവിനി, വീണ, വാണി, പല്ലവ്, ഗുഞ്ചൻ, യുഗ്വാണി, ഗ്രാമ്യ. മഹാകാവ്യ ലോകായതൻ, നാടക് ജ്യോത്സന, ആലോചനാ ഗ്രന്ഥ് ഗദ്യപദ്, ശില്പ് ഔർ ദർശൻ, ഛായാവാദ് കാ പുനർമൂല്യാങ്കൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മഹാദേവി വർമ്മ. അപ്പോൾ ഇതുവരെ ആരൊക്കെയാണ് പഠിച്ചത്? ജയശങ്കർ പ്രസാദ്. പിന്നെ ആരെയാണ് പഠിച്ചത്? നമ്മൾ സുമിത്രാനന്ദൻ പന്ത് പഠിച്ചു അല്ലേ? സൂര്യകാന്ത് ത്രിപാഠി നിരാല പഠിച്ചു. പിന്നെ മഹാദേവി വർമ്മ. ഇനി പഠിക്കാനുള്ളത് മഹാദേവി വർമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. साहित्य में महादेवी वर्मा आधुनिक मीरा के नाम से भी जानी जाती है. साहित्य में महादेवी वर्मा आधुनिक मीरा के नाम से भी जानी जाती है. നമുക്ക് എക്സാമിന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ആധുനിക മീര ആരാണെന്നല്ലേ. മഹാദേവി വർമ്മയാണ്. മഹാദേവി വർമ്മ ആധുനിക മീര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിരഹ വേദന अपनी भावात्मक गहनता के लिए अमूल्य मानी जाती है. विरह वेदना अपनी भावात्मक गहनता के लिए अमूल्य मानी जाती है. सर्वप्रथम इनकी रचनाएं चांद नामक पत्रिका में प्रकाशित हुई. 1981 यामा ज्ञानपीठ पुरस्कार सम्मानित किया गया था. 1981 യാമക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. പ്രമുഖ രചനകൾ നോക്കാം. കാവ്യ നീഹാർ, രശ്മി, നീരജ, ദീപ്ഷിക, യാമ, അഗ്നിരേഖ, സന്ധ്യാഗീത്. ഏതൊക്കെയാണ്? നീഹാർ, രശ്മി, നീരജ, ദീപശിഖ, യാമ, അഗ്നിരേഖ. നെക്സ്റ്റ് निबंध നോക്കാം. अतीत के चलचित्र स्मृति की रेखाएं अबला और सबला षणदा. ഏതാണ്? अबला और सबला षणदा. स्मरण और रेखा चित्र पद के साथी मेरा परिवार. संपादन ആധുനിക കവി ചാന്ദ് പത്രിക. സമ്പാദന ഏതൊക്കെയാണ്? ആധുനിക കവി ചാന്ദ് പത്രിക. അപ്പോൾ നമ്മൾ ആരെയെ പഠിച്ചത് ഇപ്പോൾ? മഹാദേവി വർമ്മ. साहित्य में महादेवी वर्मा आधुनिक मीरा के नाम से भी जानी जाती है. विरह वेदना अपनी भावात्मक गहनता के लिए अमूल्य मानी जाती है. सर्वप्रथम इनकी रचनाएं चांद नामक पत्रिका में प्रकाशित हुई. 1981 यामा ज्ञानपीठ पुरस्कार सम्मानित किया गया था. പ്രമുഖ രചനകൾ കാവ്യ നീഹാർ, രശ്മി, നീരജ, ദീപശിഖ, യാമ, അഗ്നിരേഖ, സാന്ധ്യാഗീത്. निबंध अतीत के चलचित्र स्मृति की रेखाएं अबला और सबला षणदा. स्मरण और रेखा चित्र पद के साथी मेरा परिवार. സമ്പാദൻ ആധുനിക കവി ചാന്ദ് പത്രിക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ രാംകുമാർ വർമ്മ.
രാംകുമാർ വർമ്മ ഏകാംഗി ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകാംഗി, അഞ്ജലി, ചിത്തൗഡ് കി ചിത, പൃഥ്വിരാജ് കി ആങ്കെ, രൂപ് രാശി, അഭിഷാബ്, ചന്ദ്രകിരൺ, വീർ ഹമീർ, ഏകലവ്യ, അഭിഷാബ്, നിഷീജ്, ചിത്രരേഖ. ഏതൊക്കെയാണ്? ഡോക്ടർ രാംകുമാർ വർമ്മ, അഞ്ജലി, ചിത്തൗഡ് കി ചിത, പൃഥ്വിരാജ് കെ ആങ്കെ, രൂപ് രാശി, അഭിഷാബ്, ചന്ദ്രകിരൺ, നിഷീജ്, വീർ ഹമീർ, ചിത്രരേഖ, ഏകലവ്യ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹരികൃഷ്ണ പ്രേമി രചനകൾ ആംഖോ മേ, ജാദൂഗർനി, അനന്ത് കെ പദ് പർ, അഗ്നിഗാൻ, രൂപദർശൻ, സ്വർണ്ണ വിദ്വാൻ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. എത്ര പേരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ജയശങ്കർ പ്രസാദ്. ഫസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് മഹാകവി ജയശങ്കർ പ്രസാദ്. പിന്നെ സൂര്യകാന്ത് ത്രിപാഠി നിരാല. നെക്സ്റ്റ് സുമിത്രാനന്ദൻ പന്ത്. നെക്സ്റ്റ് മഹാദേവി വർമ്മ. പിന്നെ ഡോക്ടർ രാംകുമാർ വർമ്മ, ഹരികൃഷ്ണ പ്രേമി. അപ്പോൾ ആരൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ജയശങ്കർ പ്രസാദ്, മഹാകവി ജയശങ്കർ പ്രസാദ്, പിന്നെ സൂര്യകാന്ത് ത്രിപാഠി നിരാല, പിന്നെ സുമിത്രാനന്ദൻ പന്ത്, പിന്നെ മഹാദേവി വർമ്മ, ഡോക്ടർ രാംകുമാർ വർമ്മ, ശ്രീ ഹരികൃഷ്ണ പ്രേമി. ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. മഹാകവി ജയശങ്കർ പ്രസാദ്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, പിന്നെ സുമിത്രാനന്ദൻ പന്ത്, മഹാദേവി വർമ്മ, ഡോക്ടർ രാംകുമാർ വർമ്മ, ഹരികൃഷ്ണ പ്രേമി. അങ്ങനെ മൊത്തം 6 പേരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവരുടെ രചനകൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.